ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് ആഷ്ന ആഷ് എബിൻ. ഇന്ന് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കിയാലോ. അപ്പോൾ തുടങ്ങാം. അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഏറ്റവും ആദ്യം എല്ലാവരും പഠിക്കുന്ന കാര്യമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. AICPA, American Institute of Certified Public Accountants defines accounting is an art of recording, classifying and summarizing in a significant manner and in terms of money transactions and events which are in part at least of financial character and interpreting the results thereof. അക്കൗണ്ട്സ് പഠിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണിത്. നമ്മൾ ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നമ്മൾ പറയുന്ന ഡെഫിനിഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 വാക്കുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആ 5 വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അസറ്റ്, ലയബിലിറ്റീസ്, ഇൻകം, ക്യാപിറ്റൽ ആൻഡ് എക്സ്പെൻസസ്. ഈ 5 വാക്കുകളും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിൽ ഫസ്റ്റ് വൺ അസറ്റ് എന്താണെന്ന് നോക്കാം. മോണിറ്ററി ടേംസിൽ നമുക്ക് അളക്കാൻ സാധിക്കുന്ന, അതായത് ഒരു വാല്യൂ ഉള്ള ഏത് വസ്തുവിനെയും നമുക്ക് അസറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഫേമുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പനി, എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനം നമുക്കുണ്ടെന്ന് വിചാരിക്കുക. ആ ഫേമിൽ നമുക്ക് ക്യാഷായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഏതൊരു വസ്തുവും അതാണ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അതുപോലെ ഫർണിച്ചർ, അങ്ങനെയുള്ള എല്ലാം, ക്യാഷ്, ഇതെല്ലാം അസറ്റാണ്. നമുക്ക് ക്യാഷ്, അതായത് വാല്യൂ ഉള്ള ഏതൊരു വസ്തുവും, ക്യാഷാക്കി മാറ്റാവുന്ന തരത്തിൽ വാല്യൂ ഉള്ള ഏതൊരു വസ്തുവും നമ്മുടെ ഫേമിൽ നമ്മൾ അതിന് അസറ്റ് എന്ന് പറയും. സെക്കൻഡ് വൺ ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കടം. അതായത് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ റെഡി ക്യാഷ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കും. ഈ ലോൺ റീപേ ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ അത് നമ്മുടെ ഫേമിന് അത് ലയബിലിറ്റി ആയിട്ട് വരും. തേർഡ് വൺ ഇൻകം. ഇൻകം എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് കിട്ടുന്ന വരുമാനം, അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് ക്യാഷായിട്ടോ ചെക്കായിട്ടോ കിട്ടുന്ന ഏണിങ്സിനെയാണ് ഇൻകം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ, അതായത് ഇലക്ട്രോണിക് ഷോപ്പ് എന്ന് വിചാരിച്ചോളൂ, അവിടെ നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് എന്തെങ്കിലും സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടും. അപ്പോൾ അത് നമുക്കൊരു ഇൻകമാണ്. പിന്നെ എന്തെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു റൂം നമ്മൾ റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ് റിസീവ്ഡ്, അതും നമുക്ക് ഒരു ഇൻകമാണ്. ഇതൊക്കെ ഇൻകത്തിൽ പെടും. അടുത്തതാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ബിസിനസ്സിലേക്കുള്ള ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എപ്പോഴും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലയബിലിറ്റിയാണ്. അത് ലയബിലിറ്റി ആണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ക്യാപിറ്റലിലേക്ക് കടക്കാം. എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബിസിനസ്സിനെയും അതിൻ്റെ ഓണറിനെയും രണ്ടായിട്ട് കാണണം. അതായത് ബിസിനസ്സിനെ ഒരു വ്യക്തിയായിട്ട് കാണണം. ബിസിനസ്സിനെയും ഓണറിനെയും ഒന്നായിട്ട് കാണരുത്. ബിസിനസ്സും അതിൻ്റെ ഓണറും രണ്ടാണെന്ന തരത്തിലാണ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറഞ്ഞു വരുന്നത്. എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് നോക്കുമ്പോൾ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ബിസിനസ്സിലേക്ക്. അത് ഓണറുടെ സ്വന്തം ക്യാഷ്, ബിസിനസ്സിലേക്ക് വേണ്ടി ഓണർ ഇറക്കുന്ന ക്യാഷ്. അതുകൊണ്ട് അത് ഓണറിൻ്റെ പൈസയാണ്, ബിസിനസ്സിൻ്റെ സ്വന്തമല്ല. ബിസിനസ്സിലേക്ക് വേണ്ടി ഓണർ ഇറക്കുന്ന ക്യാഷ്. അപ്പോൾ അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലയബിലിറ്റി തന്നെയാണ്. അടുത്തതാണ് എക്സ്പെൻസസ്. ബിസിനസ്സിലേക്ക് വരുന്ന ചെലവുകളാണ് എക്സ്പെൻസസ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സാലറി പെയ്ഡ്. നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സാലറി കൊടുക്കണമല്ലോ. സാലറി പെയ്ഡ്, അതുപോലെ റെൻറ്റ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, ഇതൊക്കെയാണ് എക്സ്പെൻസിൽ വരുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും ക്യാഷായിട്ടോ ചെക്കായിട്ടോ പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിൻ്റെ അകത്ത് വരുന്ന കുറച്ച് ട്രാൻസാക്ഷൻസ് നമുക്ക് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ, എ സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ക്യാഷ്. എ എന്ന് പറയുന്ന ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്.
എ എന്ന് പറയുന്നത് ഓണർ, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾ, അത് ഓണർ. ഓണർ കൊണ്ടുവരുന്ന ക്യാഷിനെ എന്താണ് പറയുന്നത്? ക്യാപിറ്റൽ. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ വന്നു. ഇനി എന്തായിട്ടാണ് ക്യാപിറ്റൽ? ക്യാഷ്, ബൈ ക്യാഷ്. അപ്പോൾ ഇതിൽ വരുന്നത് ക്യാഷും ക്യാപിറ്റലുമാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റിയാണ്. ക്യാഷ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും അസറ്റാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസിൽ വന്നിരിക്കുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷ് അക്കൗണ്ടും പിന്നെ എ എന്ന് പറയുന്ന ആളുടെ ക്യാപിറ്റലും, എസ് ക്യാപിറ്റലും. ഈ 2 അക്കൗണ്ടുകളാണ് ഈ ട്രാൻസാക്ഷനിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ഒരെണ്ണം നോക്കാം. സാലറി പെയ്ഡ് ബൈ ക്യാഷ്. സാലറി കൊടുത്തു ക്യാഷായിട്ട്. അപ്പോൾ ഇതിൽ സാലറിയും വന്നു ക്യാഷും വന്നു. ക്യാഷായിട്ടാണല്ലോ കൊടുത്തത്, ക്യാഷും വന്നു. സാലറി പെയ്ഡ് എന്ന് പറയുമ്പോൾ അത് എക്സ്പെൻസാണ്, നമ്മുടെ ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോയത്. ക്യാഷ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാഷ് ഒരു അസറ്റാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? സാലറി അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ഇനി അടുത്ത ഒരെണ്ണം നോക്കാം. പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ്. നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചു ക്യാഷ് കൊടുത്തിട്ട്. അപ്പോൾ അതിൽ ഫർണിച്ചർ അക്കൗണ്ടും വരും ക്യാഷ് അക്കൗണ്ടും വരും. ഫർണിച്ചർ നമ്മൾ വാങ്ങുക ചെയ്തത്, അപ്പോൾ ഫർണിച്ചർ ഒരു അസറ്റാണ്. പിന്നെ ക്യാഷും അസറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ട്രാൻസാക്ഷനിൽ വന്നിരിക്കുന്ന അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ഫർണിച്ചർ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ഇതുപോലെ തന്നെ കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ പെയ്ഡ്, റെൻ്റ് റിസീവ്ഡ്, റെൻ്റ് പെയ്ഡ്, അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.